ശ്രീ രാമചന്ദ്രൻ സർ, മറ്റു വിശിഷ്ട വ്യക്തികൾക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നാമെല്ലാം അക്ഷര ദേവതയും സംഗീത ദേവതയും സർവകലാ ദേവതയുമായ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ആരംഭ ദിവസമാണ്. നവരാത്രി 9 ദിവസവും എല്ലാ കലാകാരന്മാരും സാഹിത്യകാരന്മാരും വിശേഷിച്ച് സംഗീതത്തിലും സരസ്വതി ദേവിയെ എന്നും പ്രാർത്ഥിച്ച് കീർത്തനങ്ങൾ ആലപിച്ച് ദേവി കടാക്ഷം വാങ്ങുന്ന ഒരു സുദിനത്തിൻ്റെ ആരംഭം കൂടിയാണ്. ഈ മഹത് സദസ്സിൽ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ എനിക്ക് സാധിച്ചത് ഞാനത് വളരെ ഒരു അനുഗ്രഹമായിട്ട് കരുതുന്നു. ഈ വിശിഷ്ട സന്നിധിയിൽ എനിക്ക് കച്ചേരി അവതരിപ്പിക്കാൻ ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. അതിനും മുഖാംബിക ദേവിയോട് ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. സംഗീതത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉദ്ഘാടനം പറഞ്ഞതുപോലെ സംഗീതത്തിലെല്ലാം ഉണ്ട്. സംഗീതം എന്നുള്ള പദം തന്നെ സമ്യം ആകുന്ന ഗീതം, അതായത് കേൾവിക്കാരൻ ഒരു കേൾവിക്കാരൻ്റെ മനസ്സിൽ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു നല്ല ഒരു അംശം സൃഷ്ടിക്കാൻ കഴിയുന്ന സംഗീതമാണ് ശുദ്ധസംഗീതം. സംഗീതത്തിൻ്റെ ഗീതം പാട്ടും കഥാനൃത്യം ത്രയം സംഗീത മുഖ്യത, അതായത് സംഗീതത്തിൽ നൃത്തമുണ്ട്, ഗീതമുണ്ട്, വാദ്യസംഗീതമുണ്ട്, ഇതെല്ലാം ചേർന്നതാണ് സംഗീതം. ഇതിനെല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ശ്രുതി. അദ്ദേഹം പറഞ്ഞതുപോലെ ശ്രുതി ചേരാത്ത ഗീതം സംഗീതമല്ല. ശ്രുതി ചേർന്ന് ആലപിച്ച് നമ്മുടെ ശ്രോതാക്കളിൽ ഒരു അനുഭൂതി ഉണ്ടാക്കുക, അതിന് കഴിയുന്നതാണ് ശുദ്ധസംഗീതം. അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ യോ അസൂധ്വനി വിശേഷിസ്തു സ്വരവർണ്ണ വിഭൂഷിത രഞ്ജകോ ജനചിത്താനം സരാഗോ കവിത ഹൃദയ, അതായത് സ്വരങ്ങളുടെ സമൂഹം, 7 സ്വരങ്ങളുടെ സമൂഹമാണ്, ധ്വനി വിശേഷങ്ങളാണ്. കേൾവിക്കാരൻ രഞ്ജകത്തെ മനസ്സിൽ അല്ലെങ്കിൽ ചിത്രത്തിൽ സന്തോഷം ഉണ്ടാക്കുന്നത്, അതിനെയാണ് രാഗം അല്ലെങ്കിൽ നല്ല ശുദ്ധ സംഗീതം എന്ന് പറയുന്നത്. നാം പലതരത്തിലുള്ള സംഗീതം കേൾക്കുന്നുണ്ട്. നമ്മുടെ കർണാടക സംഗീതത്തിൻ്റെ, അതായത് കർണാടക ദേശത്തിൻ്റെ സംഗീതം എന്ന് നാം വിശേഷിപ്പിക്കുന്ന സംഗീതം എന്ന ലോകമെമ്പാടും പ്രശസ്തിയിലും പ്രചാരത്തിലും മുൻപന്തിയിൽ നിന്ന് നമ്മുടെ സംഗീതത്തിൻ്റെ മാഹാത്മ്യം നമ്മളെക്കാളും മനസ്സിലാക്കിയിട്ടുള്ളത് വിദേശികളാണ്. അപ്പോൾ അവർ ഇവിടെ വന്ന് നമ്മുടെ സംഗീതത്തിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ടാണ് അവർ അത് പാട്ട് പഠിക്കുകയാണെങ്കിലും അതിൻ്റെ സാഹിത്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ എല്ലാം എങ്ങനെ പദച്ഛേദം ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് അവർ സംഗീതം പഠിച്ചിട്ട് അവിടെ ചെന്ന് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ സംഗീതത്തിൻ്റെ ശ്രേഷ്ഠത, മേന്മ അത് വർദ്ധിപ്പിക്കാൻ വളരെ ഉതകുന്ന ഒരു ഇതാണ്. നമ്മുടെ സംഗീതത്തിൻ്റെ പാരമ്പര്യം പറഞ്ഞാലെങ്കിൽ അത് നമുക്ക് വേദകാലത്തോളം പ്രാചീനത്വം അവകാശപ്പെടാനുള്ള ഒരു മഹത് കലയാണ്, ദൈവീക കലയാണ്. അതായത് ഭഗവാനെ ഉപാസിക്കാനും ഭഗവത് പ്രകീർത്തനങ്ങളിലൂടെ നമുക്ക് സാധിക്കുന്നു. അതാണ് സംഗീതത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. ഞാൻ ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ടി വരും. നമുക്ക് സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. അപ്പോൾ എന്തായാലും ഈ നല്ലൊരു സംരംഭത്തിന് നവരാത്രി സംഗീതോത്സവത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടന്നു കഴിഞ്ഞു. ഈ വിശിഷ്ട സംരംഭത്തിന് എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. ഒരു സംഗീത സംഗീതത്തിൽ എന്നുള്ള നിലയിൽ ദേവിയുടെ അനുഗ്രഹം എനിക്ക് ഇപ്പം തന്നെ കിട്ടിയതായിട്ട് എനിക്കൊരു ഉള്ളിൽ പോസിറ്റീവായിട്ടുള്ള ഒരു കിട്ടിയിട്ടുണ്ട്. അമ്മയുടെ സന്നിധി പാടാൻ കഴിയും പ്രധാനപ്പെട്ടമായിട്ട് കരുതുന്നു. നിങ്ങൾക്ക് ഏവർക്കും മംഗളങ്ങളും നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നമസ്കാരം. അടുത്തതായിട്ട് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി പറവൂർ തമ്പുരാൻ പൃഥ്വിരാജ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു.
സർവസ്വതീനമസ്തുഭ്യം ഹരേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സുഖഭവനം വേദിയിലെത്തുന്ന വിശിഷ്ടവൃത്തികളും രസിലേക്കുന്ന മറ്റ് നാട്ടുകാരുടെ അത് നമ്മളുടെ ഭദ്രദീപം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭദ്രദീപം കൊടുക്കുമ്പോൾ അതിനൊരു സങ്കല്പം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സത്ത എന്ന് പറയുന്നത് തമസോമ ജ്യോതിർഗമയ എന്നുള്ളതാണ്. മസിൽ നിന്ന് ജ്യോതിസിലേക്ക് നയിച്ചാലും അല്ലെങ്കിൽ അറിവില്ലായ്മയാകുന്ന അന്ധകാരത്തിൽ നിന്ന് അറിവാകുന്ന വെളിച്ചത്തിലേക്ക് നയിച്ചാലും ഈ പ്രാർത്ഥനയാണ് ഇതിന് പിന്നിലുള്ളത്. അറിവ് അല്ലെങ്കിൽ വിദ്യ അത് ഏത് രൂപത്തിലായാലും അക്ഷര രൂപത്തിലായാലും നൃത്ത രൂപത്തിലായാലും അത് നമ്മിൽ പ്രകാശമാണ് ഉണ്ടാക്കുന്നത്. ആ പ്രകാശം നമ്മളിലുണ്ടായാൽ മാത്രമേ മറ്റുള്ളവർക്ക് അത് പകർന്നു നൽകാനും അതുവഴി സമൂഹത്തിന് അതൊരു വെളിച്ചമായി മാറുകയും ചെയ്യുള്ളൂ. അങ്ങനെ ആ വിദ്യ അല്ലെങ്കിൽ അറിവ് നമുക്ക് നൽകുന്നത് ദേവിയാണ്. ആ ദേവിയോട് നമുക്ക് ഇനിയും അറിവ് ആകുന്ന പ്രകാശം നമ്മൾ കൂടുതൽ നടത്താനും അത് പ്രായഭേദമല്ലേ കുട്ടികൾക്ക് മുതൽ പ്രായമായ എല്ലാ പ്രായക്കാരും ഒരേപോലെ ആ അറിവാകുന്ന വെളിച്ചം നിറയ്ക്കാൻ നമ്മുടെ ദേവി മൂകാംബിക ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി നമ്മുടെ നാട്ടുകാരിതാവ് നല്ല നാട്ടുകാരി പ്രിയപ്പെട്ട രമേഷ് ടി കുറുപ്പ്. വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇനി പോയത്, ശ്രമിക്കണം. കാര്യം കൃഷ്ണമുഖാംബി ദേവിയുടെ സരസ്വതി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിരവധി കലാകാരന്മാർ ദേവിയുടെ അനുഗ്രഹത്താൽ ഇന്ന് നവരാത്രി ആഘോഷങ്ങളിൽ പങ്കുചേർന്ന് എല്ലാ ഐശ്വര്യങ്ങളും അവർക്കും കിട്ടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ നന്ദി അർപ്പിക്കുന്നതിനായിട്ട് പറഞ്ഞു വ്യാഖ്യാനിക്കുന്നു. ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ ശ്രീ കൃഷ്ണകുമാർ അവരുടെ ക്ഷണിച്ചിരുന്നു. ഈ വേദിയിലും പ്രവർത്തിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഭക്തജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നിർത്തുന്നു. നമസ്കാരം. ഉദ്ഘാടന സമ്മേളനം അവസാനിച്ചിരിക്കുകയാണ്. സദസ്സ് സമ്പന്നമാക്കിയ എല്ലാവർക്കും പ്രദേശ സമിതിയുടെ പേരിൽ നന്ദി. ഉടൻ തന്നെ ഡോക്ടർ എസ് ഭാഗ്യലക്ഷ്മി മാഡത്തിൻ്റെ സംഗീത സംസ്കാരത്തിലാണ് നവരാത്രിയോടനുബന്ധിച്ച് ഇവിടെ നടന്ന സമ്മേളനം തിരിച്ചിരിക്കുന്നു.